ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി നാടൻ സ്റ്റൈലിൽ ചിക്കൻ വരട്ടാണ്. അപ്പോൾ എങ്ങനെ ചിക്കൻ വരട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആദ്യം മെയിനായിട്ട് വേണ്ടത് ചിക്കനാണല്ലോ. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉള്ളി, എണ്ണം പറഞ്ഞാൽ ചുവന്ന ഉള്ളി ഒരു 15 എണ്ണമാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കയ്യിലൊതുങ്ങുന്ന ഉള്ളി. അങ്ങനെ നമ്മൾ ചുവന്ന ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ്. അതിനുശേഷം നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചൂടായതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട എന്നിവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ ഗ്രാമ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കയും പട്ടയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് പൊട്ടിയതിന് ശേഷം ഉള്ളി ചതച്ചത് ഈ വെളിച്ചെണ്ണയിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് അതും വീണ്ടും നന്നായി മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കത് വഴറ്റി കൊടുക്കാം. ഇനി വേണ്ടത് കസൂരി മേത്തിയാണ്. അപ്പോൾ കസൂരി മേത്തി അല്പം ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് കസൂരി മേത്തി മുക്കി വെക്കാം. പിന്നെ വെള്ളം ഊറ്റി നമുക്കത് ഉപയോഗിക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കസൂരി മേത്തിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കാം. അപ്പോൾ വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് നമ്മുടെ മസാലകളെല്ലാമാണ്. അപ്പോൾ നമ്മൾ മസാല ഇടാം. മസാലപ്പൊടി ഇടാം. 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് വേണ്ടത്. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ അളവാണ് 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും. അപ്പോൾ ഇത് നല്ലോണം വെളിച്ചെണ്ണയിൽ നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇനി വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇതിലിട്ട് കൊടുത്തു. അപ്പോൾ ചിക്കൻ നല്ല മസാല പിടിക്കുന്ന വരെ നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കനിൽ മൊത്തം മസാലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മെയിനായിട്ട് വേണ്ടത് ഉപ്പാണ്. അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് മൂടി വെച്ച് നമുക്ക് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിത് തുറന്ന് നോക്കണം. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നമുക്ക് മൂടി വെച്ച് പൊത്തി വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കണം. മൊത്തത്തിൽ അരമണിക്കൂറാണ് ഇതിൻ്റെ വേവ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ലോ. അപ്പോൾ നല്ല ചിക്കൻ്റെ വെള്ളം ഒക്കെ ചാറൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് കുറുകി വരണം കറി. അപ്പോൾ നമുക്ക് ചിക്കൻ വരട്ടാവും. അപ്പോൾ നമുക്ക് കുറുകി വരുന്നവരെ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ വരട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തി. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കാം.
കണ്ടില്ലേ നല്ലോണം വരട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില, മല്ലിയില അതും ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈൽ ചിക്കൻ വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്, നമുക്ക് എന്താണെന്നറിയോ, നമുക്കൊരു ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം. ആദ്യം നല്ല ദോശ എടുത്തു. അപ്പോൾ നമുക്ക് പൊറാട്ടിൻ്റെ കൂടെയോ പത്തിരിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാം. ഇവിടെ ദോശയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. എൻ്റെ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ല ദോശ കറിയൊക്കെ മുക്കി പീസൊക്കെ എടുത്തിട്ടുണ്ട്. അതിനാണ് ടേസ്റ്റ് നോക്കിയാണ്. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ. താങ്ക് യു.